കൈരളി ന്യൂസ് എക്സ്ക്ലൂസീവ്. ബി.ജെ.പി. സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ തമ്മിലടി. രാജീവ് ചന്ദ്രശേഖർ ഓഫീസിലിരിക്കെയാണ് തമ്മിൽ തല്ല. പുനഃസംഘടനയെ ചൊല്ലിയുള്ള തർക്കമാണ് തമ്മിലടിക്ക് കാരണം. മർദ്ദനമേറ്റവർ നേതൃത്വത്തിന് പരാതി നൽകിയിട്ടുണ്ട്. പരാതിയുടെ പകർപ്പ് കൈരളി ന്യൂസിന് ലഭിച്ചു. വിജിൻ വായാന്തോട് വിവരങ്ങൾ നൽകാൻ ചേരുകയാണ്. വിജിൻ, ഇന്നലെയാണ് രാജീവ് ചന്ദ്രശേഖർ സ്ഥാനം ഔദ്യോഗികമായി ഏറ്റെടുക്കുന്നത്. അതിന് പിന്നാലെ ഇത്ര വലിയൊരു തമ്മിലടിയിലേക്ക് ബി.ജെ.പി. മാറുകയാണ്. അസിത, രാജീവ് ചന്ദ്രശേഖർ ചുമതലയേറ്റതിനു ശേഷം പുനഃസംഘടന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയാണ് നിലവിൽ ബി.ജെ.പി. സംസ്ഥാന നേതൃത്വം. അതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ് നിലവിൽ വലിയ തരത്തിലുള്ള പൊട്ടിത്തെറിയിലേക്കും തമ്മിലടിയിലേക്കും ഒക്കെ കടക്കുന്നത് എന്നുള്ളതാണ്. ഇന്ന് രാവിലെ നമ്മൾ നൽകിയ വാർത്ത പ്രകാരം വി രാജേഷിനെതിരെ വലിയ തരത്തിലുള്ള പോസ്റ്റർ പ്രചാരണം ഉൾപ്പെടെയുണ്ടായിരുന്നു. അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം എന്നാവശ്യപ്പെട്ട് രാജീവ് ചന്ദ്രശേഖറിൻ്റെ തോൽവിക്ക് കാരണം ഈ വി രാജേഷാണ് എന്നുള്ള തരത്തിലുള്ള പോസ്റ്ററുകളായിരുന്നു ഇന്ന് സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് മുന്നിലും ഒപ്പം തന്നെ ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുന്നിലും വി രാജേഷിൻ്റെ വീടിന് മുന്നിലുമൊക്കെ ഉണ്ടായിരുന്നത്. അതിന് തൊട്ട് പിന്നാലെയാണ് ഇന്നലെ, അതായത് ചൊവ്വാഴ്ച, ഇത്തരത്തിൽ ഒരു വലിയ തരത്തിലുള്ള തമ്മിലടി ബി.ജെ.പിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ ബി.ജെ.പിയുടെ പുതിയ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ തന്നെ ഇരിക്കുന്ന സമയത്ത് നടന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. നമ്മൾ പുറത്തുവിടുന്ന ആ ലെറ്റർ പ്രകാരം അതിൽ കൃത്യമായി വ്യക്തമാകുന്നത് ഈ പരാതി ഉൾപ്പെടെ ഈ വിഷയത്തിൽ സംസ്ഥാന നേതൃത്വത്തിനും ഒപ്പം തന്നെ ജില്ലാ നേതൃത്വത്തിനും ഒക്കെ ഈ മർദ്ദനം ഏറ്റ ആളുകൾ പരാതി നൽകി എന്നുള്ളതാണ്. ഇതിൽ ഈ സംഘർഷം ഉണ്ടായത് മുൻ IT സെൽ കൺവീനർ സജീവ് എസ് നായരും ഒപ്പം തന്നെ ഉള്ളൂർ മുൻ പ്രസിഡന്റ്, അതായത് മണ്ഡലം പ്രസിഡന്റ് കരിക്കകം ശ്യാം എന്നിവരുടെ സംഘങ്ങളായി തിരിഞ്ഞുള്ള മർദ്ദനമാണ് ഉണ്ടായത്, തമ്മിലടിയാണ് ഉണ്ടായത്. ഇതിൽ പ്രധാന കാരണമെന്ന് പറയുന്നത് പുതിയ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരെ ഉടൻ തന്നെ സംസ്ഥാന നേതൃത്വം പ്രഖ്യാപിക്കും. അതിന് മുമ്പ് പലരുടെയും പേരുകൾ ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്. ജില്ലയിൽ നിന്ന് പ്രധാനമായും ഉയർന്നു വരുന്ന രണ്ട് പേരുകൾ, ഒന്ന് മുൻ ജില്ലാ പ്രസിഡന്റ് S സുരേഷിൻ്റെതും ഒപ്പം തന്നെ കഴിഞ്ഞ തവണ ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറിയ വി രാജേഷിൻ്റെയുമാണ്. അതുമായി ബന്ധപ്പെട്ട തർക്കം ഉൾപ്പെടെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട തർക്കമൊക്കെയാണ് പോസ്റ്റർ പ്രചാരണത്തിന് പിന്നിൽ എന്നുള്ളതാണ് ബി.ജെ.പിയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചയും. പി സുധീർ എന്ന് പറയുന്ന നിലവിൽ ഇപ്പോൾ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ആളുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് ഈ തർക്കത്തിലേക്ക് നയിച്ചത് എന്നാണ് ഈ പാർട്ടി നേതൃത്വത്തിൽ നിന്നും ഒപ്പം തന്നെ പാർട്ടിയിലെ പല വിഭാഗങ്ങളിൽ നിന്നും അന്വേഷിച്ചപ്പോൾ വ്യക്തമാകുന്നത്. കാരണം ഈ ഒരുപക്ഷെ പി സുധീറിനെ മാറ്റി വി രാജേഷിനെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. നിലവിൽ ഇപ്പോൾ ജോർജ് കുര്യൻ മന്ത്രിയായതിൻ്റെ ഭാഗമായി ജോർജ് കുര്യൻ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറാനുള്ള സാധ്യതയാണ് കാണുന്നത്. കാരണം ജോർജ് കുര്യൻ സ്വാഭാവികമായും കേന്ദ്രമന്ത്രിയായതുമായി ബന്ധപ്പെട്ട് തിരക്കുകളിലേക്ക് മാറുന്നു. നിലവിൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറും. അങ്ങനെയെങ്കിൽ ആ ഒഴിവിലേക്ക് ആര് വരും? ആ ഒഴിവിൽ വരുന്നയാൾ ഒരുപക്ഷെ ഈ നിലവിൽ രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ് പ്രസിഡന്റ് ആയതുകൊണ്ട് തന്നെ അതിനെ നയിക്കാൻ കൂടി പ്രാപ്തനായ ഒരാളെ, അതിനുകൂടി അധികാരപ്പെടുത്തുന്ന ഒരാളായിരിക്കും ജനറൽ സെക്രട്ടറിയായി വരിക എന്നുള്ളതാണ് ബി.ജെ.പി. നേതൃത്വത്തിൽ തന്നെ നടക്കുന്ന ചർച്ചകൾ. അതുകൊണ്ട് തന്നെ അയാൾ ആരായിരിക്കും എന്നുള്ള ചർച്ചകൾ ശക്തമാണ്. കീ പോസ്റ്റിലേക്ക് ഒരു നേതാവ് എന്തായാലും വരേണ്ട സാഹചര്യമുണ്ട്. കാരണം രാജീവ് ചന്ദ്രശേഖർ ഒരുപക്ഷെ മാധ്യമങ്ങളോടോ നിലവിലുള്ള രാഷ്ട്രീയ വിഷയങ്ങളിലോ നിരന്തര അഭിപ്രായ പ്രകടനം നടത്താനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളോ ഒപ്പം തന്നെ ബി.ജെ.പിയുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളോ നിലപാടുകളോ അത്ര വ്യക്തമല്ലാത്ത ഒരാളാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന വിമർശനം ബി.ജെ.പി. നേതൃത്വം തന്നെ നിലവിൽ ഉയർത്തിയിട്ടുണ്ട്. പല വിഭാഗങ്ങളായി തിരിഞ്ഞുള്ള വിഭാഗീയത കാലങ്ങളായി ബി.ജെ.പിയിൽ ഉണ്ടായിട്ടുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ വിഷയത്തിനെയും കാണാൻ കഴിയുക. കാരണം രണ്ട് പേർ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക്, ഒരാൾ നിലവിലുള്ള ജനറൽ സെക്രട്ടറിയായി ഇരിക്കുമ്പോഴും അയാൾ മാറ്റപ്പെടും എന്നുള്ള ചർച്ചയൊക്കെ ഈ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ഉണ്ടായി. അതിനിടയിലാണ് ഈ വലിയ തരത്തിലുള്ള തമ്മിലടിയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. മുൻ IT സെൽ കൺവീനർ സജീവ് എസ് നായരും ഒപ്പം തന്നെ മുൻ ഉള്ളൂർ മണ്ഡലം പ്രസിഡന്റ് കരിക്കകം ശ്യാമും തമ്മിലുള്ള രണ്ട് സംഘങ്ങളായി തിരിഞ്ഞാണ് ഈ അക്രമം ഉണ്ടായത്, തമ്മിലടി ഉണ്ടായത് എന്നാണ് വ്യക്തമാക്കുന്നത്. ഇതിൽ ഈ സജീവ് എസ് നായർ, അദ്ദേഹം സംസ്ഥാന ഘടകത്തിനും ഒപ്പം തന്നെ ഉത്തരവാദിത്തപ്പെട്ട ഘടകങ്ങൾക്കും ഒക്കെ പരാതി നൽകിയതിൻ്റെ കോപ്പിയാണ് നമ്മളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ബി.ജെ.പിയിലെ പുതിയ അധ്യക്ഷനെ ഒക്കെ തീരുമാനിച്ച് നിലവിലെ സംഭവാക്യങ്ങളെയൊക്കെ പൊളിച്ചെഴുതാം എന്ന കേന്ദ്ര നേതൃത്വത്തിൻ്റെ തീരുമാനം അത് പാടെ തള്ളിക്കൊണ്ടുള്ള നിലപാടാണ്. നേരിട്ട് ഒരുപക്ഷെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ തന്നെ ഇത്തരത്തിലുള്ളൊരു തമ്മിലടി ഉണ്ടാകാൻ കാരണം എന്നുള്ളത് തന്നെയാണ് വ്യക്തമാകുന്നത്. ആ കാര്യത്തിൽ ഈ
പഴയ നേതാക്കളും ആയി ബന്ധപ്പെട്ട ഗ്രൂപ്പുകൾ അതിനെ പൊളിക്കാൻ എങ്ങനെ രാജീവ് ചന്ദ്രശേഖറിന് കഴിയും എന്നുള്ളതാണ്. രാജീവ് ചന്ദ്രശേഖർ നിലവിൽ ഓഫീസിൽ ഇരിക്കുന്ന ഘട്ടത്തിൽ തന്നെയാണ് ഇത്തരത്തിലുള്ളൊരു തമ്മിലടി ഉണ്ടായത് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ശരി, വിജിൻ വയാന്തോടാണ് വിവരങ്ങൾ നൽകിയത്. ചുമതല ഏറ്റെടുത്തതിന്റെ പിന്നാലെയാണ് പുനഃസംഘടനയെ ചൊല്ലി രാജീവ് ചന്ദ്രശേഖറിന്റെ തന്നെ സാന്നിധ്യത്തിൽ BJP നേതാക്കൾ തമ്മിലടിക്കുന്നത്.